ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ അഭിഷേക് എസ് വിജയൻ, ആലുവ ഷാരൺ ഫെലോഷിപ്പ് ചർച്ച് സഭാംഗമാണ്. ജേർണി ത്രൂ ദ സാംസിന്റെ 11ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം 9-ാം സങ്കീർത്തനം 11 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഇസ്രായേൽ യഹോവയ്ക്ക് പാടുക മാത്രമല്ല, പ്രാർത്ഥന കേൾക്കുകയും ജനത്തിന്റെ കഷ്ടതയിൽ വിടുവിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ ജാതികളോട് വിളിച്ചറിയിക്കുന്ന മിഷണറി ദൗത്യവും ഉണ്ട്. യഹൂദനു വേണ്ടി ശത്രുക്കൾ കുഴിച്ച കുഴിയിൽ അവർ വീഴുകയും കുടുങ്ങി നശിക്കുകയും മൊർദെഖായിക്ക് വേണ്ടി ഉണ്ടാക്കിയ കഴുമരത്തിൽ ഹാമാൻ തൂങ്ങിയതുപോലെ ചരിത്രം ഇവിടെ ആവർത്തിക്കുന്നു. ദുഷ്ടനായവൻ വിധിച്ചതിനു തക്കവണ്ണം അവന് നൽകുന്ന ദൈവത്തെ വെളിപ്പെടുത്തുന്നു. ദൈവത്തെ പരിഹസിച്ചുകൂടാ. ദൈവത്തെ ഉയർത്തുകയും വാഴ്ത്തുകയും ചെയ്യുവാൻ ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ സാധുക്കളെ മറക്കുകയില്ലെന്നുള്ളത് നിശ്ചയമാണ്. അതുകൊണ്ട് ഈ വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവമേ, അങ്ങ് നൽകിയ ഈ നല്ല സമയത്തിനായി നന്ദി കരയറ്റുന്നു. നീതിയോടെ ന്യായം ചെയ്യുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, സ്വർഗീയ പിതാവേ, ആമേൻ.